10th സ്റ്റാൻഡേർഡ് 8th ചാപ്റ്റർ ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം. നൂറ്റാണ്ടുകളായി വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിൽ ജീവിച്ചിരുന്ന ലക്ഷക്കണക്കിന് ഹിന്ദുക്കളും സിഖുകാരും തങ്ങളുടെ വീടുകൾ ഉപേക്ഷിച്ച് സ്വയരക്ഷയ്ക്കായി ഹിന്ദു ഭൂരിപക്ഷമുള്ള കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തു. അവർ കാൽനടയായും കാളവണ്ടികളിലും ലോറികളിൽ തിക്കിത്തിരക്കിയും ട്രെയിനുകളുടെ വശങ്ങളിലും മേൽക്കൂരയിലും പറ്റിപ്പിടിച്ചും യാത്ര ചെയ്തു. പടിഞ്ഞാറുള്ള സുരക്ഷിതമായ പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന മുസ്ലിങ്ങളുമായി യാത്രക്കിടയിൽ കടവുകളിലും കവലകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും വച്ച് അവർ ഏറ്റുമുട്ടി. കലാപം സർവനാശമായി പരിണമിച്ചു. 1947 വേനലോടുകൂടി പാകിസ്ഥാൻ എന്ന പുതിയ രാഷ്ട്രത്തിൻ്റെ രൂപീകരണം ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖുകാരുമടങ്ങുന്ന 10 ദശലക്ഷം വരുന്ന മനുഷ്യർ പലായനത്തിലായിരുന്നു. കാലവർഷം പൊട്ടിപ്പുറപ്പെട്ടപ്പോഴേക്കും അവരിൽ 1 ദശലക്ഷത്തോളം പേർ മരണമടഞ്ഞു. ഉത്തരേന്ത്യയാകെ ആയുധമേന്തി ഭീതിയിലും ഒളിവിലും മുങ്ങിക്കഴിഞ്ഞിരുന്നു. പ്രശസ്ത എഴുത്തുകാരൻ ഖുശ്വന്ത് സിങ്ങിൻ്റെ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന നോവലിൽ നിന്നുള്ള ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. 1947 ഇന്ത്യാ വിഭജനത്തെ തുടർന്നുണ്ടായിരുന്ന അഭയാർത്ഥി പ്രവാഹത്തെക്കുറിച്ചും ജനങ്ങൾ അനുഭവിച്ച യാതനകളെക്കുറിച്ചുമാണ് ഇവിടെ പരാമർശിക്കുന്നത്. പ്രശസ്ത എഴുത്തുകാരൻ ഖുശ്വന്ത് സിങ്ങിൻ്റെ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന നോവലിൽ നിന്നുള്ള ഭാഗമാണ് നമ്മൾ വായിച്ചത്. വിഭജനവും വിഭജനാനന്തര കുടിയേറ്റവും പലായനവും ഇന്ത്യൻ സമൂഹത്തിൽ വലിയ പരിവർത്തനങ്ങൾ സൃഷ്ടിച്ചു. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയവരുടെ പുനരധിവാസം അതത് പ്രദേശങ്ങളിൽ മതപരവും ഭാഷാപരവും സാമൂഹികവും സാമ്പത്തികവുമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. ഇവക്ക് രാഷ്ട്രീയ പരിഹാരം കാണേണ്ടത് അനിവാര്യമായിരുന്നു. തട്ടിക്കൊണ്ടു പോകപ്പെട്ട വ്യക്തികൾക്കുള്ള വീണ്ടെടുക്കലും പുനരധിവാസവും നിയമം 1949. പലായനം ചെയ്യപ്പെട്ടവർക്കുള്ള നിയമം 1954. പൗരത്വ നിയമം 1955 തുടങ്ങിയ നിയമങ്ങളിലൂടെ രാജ്യം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചു. ഇതിനു പുറമെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ മൗലികാവകാശങ്ങളായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട മറ്റൊരു പ്രധാന വെല്ലുവിളിയായിരുന്നു നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. 3 കരാറുകളിലൂടെയാണ് സംയോജന പ്രക്രിയ നടപ്പിലാക്കപ്പെട്ടത്. ഒന്നാമത്തെ കരാർ തൽസ്ഥിതി കരാർ, സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെൻറ്റ്. നാട്ടുരാജ്യങ്ങൾ അവരുടെ നിലവിലെ അവസ്ഥ തുടരണമെന്നതായിരുന്നു ഈ കരാറിലെ വ്യവസ്ഥ. ഇതിലൂടെ ഈ രാജ്യങ്ങൾ പാകിസ്ഥാനിൽ ചേരുന്നത് തടയാൻ സാധിച്ചു. പ്രവേശന കരാർ രണ്ടാമത്തെ കരാറാണ് പ്രവേശന കരാർ. ഇൻസ്ട്രുമെൻ്റ് ഓഫ് അസഷൻ. നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുന്നതിനുള്ള സമ്മതം നൽകുന്ന കരാറായിരുന്നു പ്രവേശന കരാർ. അതേസമയം ആന്തരിക സ്വയംഭരണത്തിനുള്ള അവകാശം ഇതുപ്രകാരം നാട്ടുരാജ്യങ്ങൾക്ക് അനുവദിച്ചു. സംയോജന കരാർ. നാട്ടുരാജ്യങ്ങൾ പൂർണ്ണമായും ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിനുള്ള കരാറായിരുന്നു ഇത്. ഈ കരാർ പ്രകാരം സ്വയംഭരണാവകാശം ഇല്ലാതായി. സ്വാതന്ത്ര്യലബ്ധിക്കു ശേഷം ഒരു താൽക്കാലിക സർക്കാരായിരുന്നു ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്നത്. ജനാധിപത്യ വ്യവസ്ഥയുടെ സ്ഥാപനത്തിനായി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ് ഉണ്ടാകേണ്ടത് ആവശ്യമായിരുന്നു. ഇതുപ്രകാരം സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് ആവശ്യമായി വന്നു. ഇതിനുവേണ്ടി ഭരണഘടനാനുസൃതമായി 1950 ജാനുവരി 25 ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നു. 1951 ഒക്ടോബർ മുതൽ 1952 ഫെബ്രുവരി വരെയായിരുന്നു ആദ്യ പൊതുതെരഞ്ഞെടുപ്പ്. 1951
ഒക്ടോബർ മുതൽ 1952 ഫെബ്രുവരി വരെയായിരുന്നു ആദ്യ പൊതുതെരഞ്ഞെടുപ്പ്. ഇന്ത്യയിലെ ആദ്യ പൊതുതെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന പ്രമുഖ ഇംഗ്ലീഷ് പത്രത്തിൽ വന്ന നിരീക്ഷണമാണ് താഴെ കൊടുക്കുന്നത്. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് പരീക്ഷണം ഇന്ത്യൻ ജനത അങ്ങേയറ്റം പ്രശംസനീയമാം വിധം നിർവഹിച്ചെന്ന് സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടു എന്നതായിരുന്നു ആ പ്രമുഖ പത്രത്തിൽ വന്ന നിരീക്ഷണം. ഇന്ത്യയെപ്പോലെ വിശാലവും വൈവിധ്യങ്ങൾ നിറഞ്ഞതുമായ ഒരു രാജ്യത്ത് സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടത്തുകയെന്നത് നിരവധി വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുക എന്നത് ഒരു വെല്ലുവിളിയാണ്. പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടിക തയ്യാറാക്കുക. വോട്ട് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത നിരക്ഷരരായ ബഹുഭൂരിപക്ഷം ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. വേണ്ടത്ര തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ കണ്ടെത്തി പരിശീലിപ്പിക്കുക. സുതാര്യവും നിഷ്പക്ഷവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുക. ഇത്തരത്തിലുള്ള നിരവധി വെല്ലുവിളികളെ അതിജീവിച്ചു നടന്ന പൊതുതെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഇതോടെ രാജ്യത്ത് ജനാധിപത്യ ഭരണക്രമത്തിന് തുടക്കമായി. ഏകകക്ഷി മേധാവിത്വം ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി തുടർച്ചയായി വലിയ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരം നിലനിർത്തുന്നതിനെയാണ് ഇന്ത്യയിൽ ഏകകക്ഷി മേധാവിത്വം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ജനാധിപത്യ ക്രമത്തിനുള്ളിലാണ് ഏകകക്ഷി മേധാവിത്വം നിലനിന്നിരുന്നത്. ആദ്യ പൊതുതെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഭൂരിപക്ഷം ജനങ്ങളും വിശ്വാസമർപ്പിച്ചത് ഏകകക്ഷി മേധാവിത്വ ഭരണത്തിന് തുടക്കം കുറിച്ചു. പിൽക്കാലത്ത് ഏകകക്ഷി മേധാവിത്വം ക്രമേണ ഇല്ലാതാവുകയും ബഹുകക്ഷി സമ്പ്രദായത്തിലേക്കും മുന്നണി സമ്പ്രദായത്തിലേക്കും ഇന്ത്യൻ രാഷ്ട്രീയം പരിവർത്തനപ്പെടുകയും ചെയ്തു. ഏകകക്ഷി മേധാവിത്വത്തിൽ നിന്ന് മുന്നണി സംവിധാനത്തിലേക്ക് ആദ്യ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിച്ച് അധികാരത്തിലെത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റായിരുന്നു. തുടർന്ന് 1957ലെയും 1962ലെയും തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരം നിലനിർത്തി. 1967ലെ തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ മേധാവിത്വം നിലനിർത്താൻ കഴിഞ്ഞെങ്കിലും സംസ്ഥാന തലങ്ങളിൽ കോൺഗ്രസ് മേധാവിത്വത്തിന് തിരിച്ചടി നേരിടുകയുണ്ടായി. എങ്കിലും 1989 വരെയുള്ള പൊതുതെരഞ്ഞെടുപ്പ്, 1977 മുതൽ 79 വരെയുള്ള ജനതാ പാർട്ടി ഭരണകാലം ഒഴിച്ചാൽ കോൺഗ്രസ് പാർട്ടിക്കായിരുന്നു മേൽക്കൈ. 1977 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെടുകയും ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലെത്തുകയും ചെയ്തു. തുടർന്നുള്ള രണ്ട് തെരഞ്ഞെടുപ്പ് 1980, 1984 തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചു. എന്നാൽ 1989ലെ തെരഞ്ഞെടുപ്പോടെ ബഹുകക്ഷി സമ്പ്രദായത്തിലധിഷ്ഠിതമായ മുന്നണി രാഷ്ട്രീയത്തിലേക്ക് ഇന്ത്യൻ ജനാധിപത്യം കടന്നു. 1989 ശേഷം ജനതാദൾ നേതൃത്വത്തിലുള്ള നാഷണൽ ഫ്രണ്ടും തുടർന്ന് 1991 മറ്റു രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണയോടെ കോൺഗ്രസും അധികാരത്തിലെത്തി. 1996 തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ആദ്യം BJPയും പിന്നീട് വിവിധ കക്ഷികൾ ചേർന്ന ഐക്യമുന്നണിയും സർക്കാർ രൂപീകരിച്ചു. 1998, 1999 വർഷങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ BJP നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യമാണ് അധികാരത്തിൽ വന്നത്. 2004, 2009 വർഷങ്ങളിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഐക്യ പുരോഗമന സഖ്യം അധികാരത്തിലെത്തുകയും ചെയ്തു.
തുടർന്ന് 2014, 2019, 2024 വർഷങ്ങളിലെ തിരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം വിജയിക്കുകയും അധികാരം നിലനിർത്തുകയും ചെയ്തു. ഇന്ത്യയിലെ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ പ്രധാനമായും താഴെ പറയുന്ന രീതികളിലാണ് സർക്കാർ രൂപീകരിക്കപ്പെടുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ മുന്നണിയായി മത്സരിക്കുന്നതിന് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ധാരണയുണ്ടാക്കാം. തെരഞ്ഞെടുപ്പിന് ശേഷം മുന്നണി രൂപീകരിച്ച് ഗവൺമെന്റ് ഉണ്ടാക്കുക. ലോക്സഭയിൽ ഭൂരിപക്ഷമില്ലാത്ത ഗവൺമെന്റിന് പുറത്തുനിന്ന് പിന്തുണ നൽകാം. അടിയന്തരാവസ്ഥ ഇന്ത്യൻ ജനാധിപത്യത്തിലെ പ്രതിസന്ധി ഘട്ടം. 1975 ജൂൺ 25-നാണ് രാജ്യത്ത് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത്. 1975 ജൂൺ 25-ന് രാജ്യത്ത് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടു. മൗലികാവകാശങ്ങളുടെ മരവിപ്പിക്കൽ, പത്രസ്വാതന്ത്ര്യം നിഷേധിക്കൽ തുടങ്ങിയ ജനാധിപത്യാവകാശ ലംഘനങ്ങൾ അടിയന്തരാവസ്ഥയുടെ ഭാഗമായി നടപ്പിലാക്കപ്പെട്ടു. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടതിൻ്റെ പശ്ചാത്തലം നമുക്കൊന്ന് നോക്കാം. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരായി ഉയർന്നുവന്ന പ്രക്ഷോഭങ്ങളായിരുന്നു പ്രധാനപ്പെട്ട കാരണം. ഗുജറാത്തിൽ മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടുന്നതിലേക്ക് നയിച്ചു. തുടർന്നു നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ ബീഹാറിൽ നടന്ന പ്രക്ഷോഭ പരമ്പര ദേശീയ തലത്തിലും സ്വാധീനം ചെലുത്തി. ഇത് കേന്ദ്ര ഗവൺമെന്റിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾക്ക് കാരണമായി. 1970-കളിൽ നേരിട്ട സാമ്പത്തിക പ്രതിസന്ധി, ഭക്ഷ്യക്ഷാമം, തൊഴിലില്ലായ്മ എന്നിവയായിരുന്നു ഈ പ്രക്ഷോഭങ്ങൾക്ക് കാരണം. ഈ രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിലാണ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്കെതിരെ അലഹബാദ് ഹൈക്കോടതിയിൽ നിലനിന്നിരുന്ന തെരഞ്ഞെടുപ്പ് കേസിൽ പ്രതികൂലമായി വിധി വരുന്നതും തെരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്യപ്പെടുന്നതും. വിധിയെ തുടർന്ന് ഇന്ദിരാഗാന്ധിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം പ്രക്ഷോഭം ശക്തമാക്കി. എന്നാൽ സുപ്രീം കോടതി അലഹബാദ് ഹൈക്കോടതിയുടെ വിധിക്ക് സ്റ്റേ അനുവദിച്ചു. തുടർന്ന് പ്രതിപക്ഷ പ്രക്ഷോഭങ്ങൾ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്നു എന്ന കാരണം ആരോപിച്ച് കേന്ദ്ര സർക്കാർ ഭരണഘടനയുടെ അനുച്ഛേദം 352 പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ദേശീയ അടിയന്തരാവസ്ഥ ഭരണഘടനയുടെ ഫെഡറൽ വ്യവസ്ഥയെ ഇല്ലാതാക്കുകയും കേന്ദ്ര സർക്കാരിൽ അധികാരം കേന്ദ്രീകരിക്കുകയും മൗലികാവകാശങ്ങൾ മരവിപ്പിക്കുകയും കോടതിയുടെ നീതിന്യായ പുനരവലോകന അധികാരം ഇല്ലാതാക്കുകയും ചെയ്യുന്നു. കൂടാതെ അടിയന്തരാവസ്ഥ സൃഷ്ടിച്ച മറ്റു പ്രത്യാഘാതങ്ങളാണ് പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ വിചാരണ കൂടാതെ ജയിലിലടച്ചു, പത്രങ്ങൾക്കും വാർത്തകൾക്കും സെൻസർഷിപ്പ് ഏർപ്പെടുത്തി, സാമ്പത്തിക നിയന്ത്രണം ഏർപ്പെടുത്തി. കടുത്ത നിയന്ത്രണങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കും ഇടയിലും അടിയന്തരാവസ്ഥക്കെതിരെ രാജ്യവ്യാപകമായി നിരവധി പ്രക്ഷോഭങ്ങളുയരുകയുണ്ടായി. അതിനെ തുടർന്ന് 1977 മാർച്ചിൽ അടിയന്തരാവസ്ഥ പിൻവലിക്കുകയും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെടുകയും ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് രൂപീകരിക്കുകയും മൊറാർജി ദേശായി പ്രധാനമന്ത്രിയാവുകയും ചെയ്തു. അടിയന്തരാവസ്ഥ കാലത്തുണ്ടായ സംഭവ വികാസങ്ങൾ, ജനാധിപത്യം സംരക്ഷിക്കുന്നതിൽ പൗരസമൂഹത്തിൻ്റെ ജാഗ്രത, മാധ്യമങ്ങളുടെ ഇടപെടൽ, പൗരാവകാശങ്ങൾ എന്നിവയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. അടിയന്തരാവസ്ഥ സൃഷ്ടിച്ച പ്രതിസന്ധികളെ ജനാധിപത്യ മാർഗത്തിലൂടെ ഇന്ത്യൻ ജനത മറികടന്നു. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശക്തിയും പ്രാധാന്യവും വ്യക്തമാക്കുന്നു. ജനാധിപത്യത്തെ ഹനിക്കുന്ന അടിയന്തരാവസ്ഥ പോലുള്ള സാഹചര്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ജാഗ്രത സൃഷ്ടിക്കുന്നതിന് ഈ അനുഭവങ്ങൾ നമ്മെ സഹായിക്കുന്നു.
അടിയന്തരാവസ്ഥ, യുദ്ധം, ബാഹ്യാക്രമണം, സായുധ കലാപം എന്നിവയാൽ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണി നേരിടുന്ന സാഹചര്യങ്ങളിൽ നടപടി സ്വീകരിക്കാൻ അടിയന്തരാവസ്ഥ സർക്കാരിന് അധികാരം നൽകുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ ഭരണഘടനയുടെ അനുച്ഛേദം 352 പ്രകാരം രാഷ്ട്രപതി പ്രഖ്യാപിക്കുന്ന നിയന്ത്രണങ്ങളാണ് അടിയന്തരാവസ്ഥ. ജനകീയ പ്രസ്ഥാനങ്ങളും ഇന്ത്യൻ ജനാധിപത്യവും. ജനാധിപത്യ ഇന്ത്യയിൽ വിവിധ ജനവിഭാഗങ്ങളുടെ താൽപര്യം സംരക്ഷിക്കുന്നതിനും അധികാരത്തിൽ പ്രാതിനിധ്യം ലഭിക്കുന്നതിനുമായി നിരവധി പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടു. 1970 ശേഷം ദളിതർ, സ്ത്രീകൾ, കർഷകർ തുടങ്ങിയ സാമൂഹിക വിഭാഗങ്ങൾക്കിടയിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി തങ്ങളുടെ പ്രശ്നങ്ങളെയും ആവശ്യങ്ങളെയും വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ലെന്ന ബോധം ശക്തമാകുകയുണ്ടായി. ഈ വിഭാഗങ്ങൾ ഇതിനെതിരായി അവരുടേതായ പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കുകയും പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ചില പ്രസ്ഥാനങ്ങളെ നമുക്ക് പരിചയപ്പെടാം. പിന്നാക്ക വിഭാഗ പ്രസ്ഥാനങ്ങളും മണ്ഡൽ കമ്മീഷനും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ ഉൾപ്പെടാത്തതും സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്നതുമായ ജനവിഭാഗമാണ് ഇതര പിന്നാക്ക വിഭാഗങ്ങൾ, അതർ ബാക്ക്വേർഡ് ക്ലാസ്. ഈ വിഭാഗങ്ങളുടെ സർക്കാർ ഉദ്യോഗങ്ങളിലെ പ്രാതിനിധ്യത്തിനും വിദ്യാഭ്യാസ പുരോഗതിക്കുമായി നിരവധി പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഉയർന്നുവരികയുണ്ടായി. പിന്നാക്ക വിഭാഗങ്ങളുടെ സാമൂഹിക പിന്നാക്കാവസ്ഥയ്ക്കുള്ള കാരണങ്ങളെക്കുറിച്ച് പഠിക്കാനും പരിഹാര നിർദ്ദേശത്തിനുമായി 1953 കേന്ദ്ര സർക്കാർ ഒരു കമ്മീഷനെ നിയമിച്ചു. ഇത് കാക്കാ കലേക്കർ കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെട്ടു. കമ്മീഷൻ ചില നിർദ്ദേശങ്ങൾ സമർപ്പിച്ചുവെങ്കിലും അവ നടപ്പാക്കപ്പെട്ടിരുന്നില്ല. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നിലവിൽ വന്ന ജനതാ ഗവൺമെൻറ് OBC വിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിച്ച് പരിഹാരം നിർദ്ദേശിക്കുന്നതിന് 1979 BP മണ്ഡൽ അധ്യക്ഷനായി ഒരു കമ്മീഷനെ നിയമിച്ചു. ഇത് രണ്ടാം പിന്നാക്ക വിഭാഗ കമ്മീഷൻ എന്നും മണ്ഡൽ കമ്മീഷൻ എന്നും അറിയപ്പെടുന്നു. സർക്കാർ ഉദ്യോഗങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പിന്നാക്ക വിഭാഗങ്ങൾക്ക് 27% സംവരണം നിർദ്ദേശിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് 1980 കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു. VP സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ദേശീയ മുന്നണി 1990 ഈ റിപ്പോർട്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ചു. ഈ തീരുമാനം ഉത്തരേന്ത്യയിലെ പല നഗരങ്ങളിലും പ്രക്ഷോഭങ്ങൾക്കും അക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്കും കാരണമായി. എന്നാൽ പിൽക്കാലത്ത് റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിന് സുപ്രീം കോടതി അനുമതി നൽകി. ഇന്ന് രാജ്യത്തെ എല്ലാ പ്രധാന രാഷ്ട്രീയ പാർട്ടികളും OBC സംവരണത്തെ അംഗീകരിക്കുന്നുണ്ട്. ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന പിന്നാക്ക വിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ സാധിച്ചു എന്ന നിലയിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. മണ്ഡൽ കമ്മീഷൻ്റെ രൂപീകരണം മുതൽ റിപ്പോർട്ട് നടപ്പിലാക്കുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ പിന്നാക്ക വിഭാഗങ്ങൾക്ക് പ്രാമുഖ്യമുള്ള നിരവധി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമൂഹിക പ്രസ്ഥാനങ്ങളും ഉയർന്നു വന്നു. ജനതാദളും ജനതാദളിൽ നിന്നും രൂപപ്പെട്ട മറ്റു പാർട്ടികളും ഇതിനുദാഹരണങ്ങളാണ്. BP മണ്ഡൽ. എന്താണ് BP മണ്ഡൽ? ബീഹാറിൽ നിന്നുള്ള സോഷ്യലിസ്റ്റ് നേതാവായിരുന്നു രണ്ടാം പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ അധ്യക്ഷനായിരുന്ന ബീഹാറിൽ നിന്നുള്ള സോഷ്യലിസ്റ്റ് നേതാവായിരുന്നു രണ്ടാം പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ അധ്യക്ഷനായിരുന്ന BP മണ്ഡൽ.
1967, 1970, 1977, 1979 കാലഘട്ടങ്ങളിൽ അദ്ദേഹം പാർലമെന്റ് അംഗമായിരുന്നു. 1968 1.5 മാസത്തോളം ബീഹാർ മുഖ്യമന്ത്രിയായി അദ്ദേഹം ചുമതല നിർവഹിച്ചു. 1977 ജനതാ പാർട്ടി അംഗത്വം സ്വീകരിച്ചു. ദളിത് പ്രസ്ഥാനങ്ങൾ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ദളിത് വിഭാഗങ്ങൾ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും അകറ്റി നിർത്തപ്പെടുകയാണെന്നും അർഹതപ്പെട്ട അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണെന്നുമുള്ള വികാരത്തിൽ നിന്നുമാണ് ദളിത് പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നത്. വിദ്യാഭ്യാസം, തൊഴിൽ എന്നീ മേഖലകളിൽ ഭരണഘടന ദളിത് വിഭാഗത്തിന് സംവരണം ഉറപ്പാക്കുന്നുണ്ടെങ്കിലും അവർക്ക് സാമൂഹിക പ്രാധാന്യമുള്ള മേഖലകളിലും മുഖ്യധാര രാഷ്ട്രീയത്തിലും ഭരണതലത്തിലും അർഹമായ സ്ഥാനം ലഭിക്കാത്ത സാഹചര്യം നിലനിന്നിരുന്നു. വിദ്യാഭ്യാസം, തൊഴിൽ എന്നീ മേഖലകളിലെ പിന്നാക്കാവസ്ഥ, സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വം, സ്വന്തമായി ഭൂമിയില്ലാത്ത അവസ്ഥ തുടങ്ങിയ പ്രശ്നങ്ങൾ ദളിത് ജനത അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളായിരുന്നു. ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ ആശയങ്ങളാൽ പ്രചോദിതരായ ദളിത് വിഭാഗങ്ങൾ സംഘടിക്കുകയും പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കുകയും ചെയ്തു. ഇത്തരം പ്രസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ടവയായിരുന്നു ദളിത് പാന്തേഴ്സ് പ്രസ്ഥാനം. ദളിത് പാന്തേഴ്സ് പ്രസ്ഥാനം 1972 മഹാരാഷ്ട്രയിലാണ് ദളിത് പാന്തേഴ്സ് പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടത്. നഗരമേഖലയിലെ അഭ്യസ്തവിദ്യരായ ദളിത് ചെറുപ്പക്കാരായിരുന്നു പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. പിന്നാക്ക വിഭാഗങ്ങൾക്ക് സാമൂഹിക നീതി, തുല്യത, ജാതി ഉന്മൂലനം തുടങ്ങിയ അംബേദ്കറുടെ ആശയങ്ങൾ ദളിത് പാന്തേഴ്സ് പ്രസ്ഥാനത്തെ സ്വാധീനിച്ചു. ജാതി വിവേചനങ്ങൾക്കെതിരെ അക്രമോത്സുകമായ ചെറുത്തുനിൽപ്പ്, പോലീസിൻ്റെ അന്യായമായ നടപടികൾക്കെതിരെ വലിയ ജനപങ്കാളിത്തത്തോടുള്ള പ്രക്ഷോഭങ്ങൾ, സാഹിത്യ സാംസ്കാരിക പരിപാടി, മറ്റ് സാമൂഹിക നീതി പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ തുടങ്ങിയവ ഇവർ സംഘടിപ്പിച്ചു. തൊട്ടുകൂടാത്തവരായി കരുതി മാറ്റി നിർത്തപ്പെട്ടവരുടെ ജീവിത, സാഹിത്യം, സിനിമ, നാടകം തുടങ്ങിയവയിൽ പ്രമേയമാകുന്നതിനും ദളിതർക്കെതിരായ ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ഭരണകൂടത്തെ പ്രേരിപ്പിക്കുന്നതിനും ദളിത് പാന്തേഴ്സ് പ്രസ്ഥാനത്തിന് കഴിഞ്ഞു. ദളിത് വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി രൂപപ്പെട്ട മറ്റൊരു പ്രസ്ഥാനമായിരുന്നു 1978 രൂപീകരിക്കപ്പെട്ട ബാക്ക്വേർഡ് ആൻഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ. ഇത് കേവലം ഉദ്യോഗസ്ഥരുടെ താൽപര്യ സംരക്ഷണാർത്ഥം മാത്രം രൂപീകരിക്കപ്പെട്ട സംഘടനയായിരുന്നില്ല. മറിച്ച് പട്ടികജാതി, പട്ടികവർഗ വിഭാഗങ്ങൾ, മറ്റു പിന്നാക്ക വിഭാഗങ്ങൾ, ന്യൂനപക്ഷങ്ങൾ എന്നിവർക്ക് രാഷ്ട്രീയാധികാരം ലഭിക്കുന്നതിനായും ഈ സംഘടന നിലകൊണ്ടു. ഈ സംഘടനയിൽ നിന്നാണ് ദളിത് ശോഷിത് സമാജ് സംഘർഷ സമിതിയും കാൻശിറാമിൻ്റെ നേതൃത്വത്തിൽ ബഹുജൻ സമാജ് പാർട്ടി (BSPയും) രൂപം കൊണ്ടത്. ഉത്തർപ്രദേശ്, ഹരിയാന, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിൽ ദളിതരുടെ പിന്തുണയോടെ രാഷ്ട്രീയ സ്വാധീനമുണ്ടാക്കാൻ BSPക്ക് സാധിച്ചു. സ്ത്രീ മുന്നേറ്റങ്ങൾ. എങ്ങനെയായിരുന്നു ഈ സമയത്തെ സ്ത്രീ മുന്നേറ്റങ്ങൾ? ലിംഗസമത്വം, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം, തൊഴിൽ, സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ ആനുപാതിക പ്രാതിനിധ്യം തുടങ്ങിയ ആവശ്യങ്ങൾക്കു വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനങ്ങളാണ് സ്ത്രീകളുടെ അവകാശ പ്രസ്ഥാനങ്ങൾ. ഗാർഹിക പീഡനം, അവകാശ നിഷേധം, അടിച്ചമർത്തലുകൾ, ലൈംഗിക അതിക്രമം, പുരുഷ മേധാവിത്വം എന്നിവയെല്ലാം സ്ത്രീ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളാണ്. ഇത്തരം വിഷയങ്ങൾക്ക് പരിഹാരം തേടുന്നതിനായി രാജ്യത്ത് നിരവധി പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടു. പ്രധാനപ്പെട്ട ചില സ്ത്രീ മുന്നേറ്റങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം.
ചാരായ വിരുദ്ധ പ്രസ്ഥാനം 1990കളിലെ ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിൽ ഉയർന്നുവന്ന സ്ത്രീ മുന്നേറ്റ പ്രസ്ഥാനമാണ് ചാരായ വിരുദ്ധ പ്രസ്ഥാനം. ആയിരക്കണക്കിന് സ്ത്രീകൾ അണിചേർന്ന ഈ പ്രസ്ഥാനം പിന്നീട് സംസ്ഥാനമാകെ വ്യാപിച്ചു. പ്രാദേശികമായി നിർമ്മിച്ച് വിതരണം ചെയ്തിരുന്ന ലഹരി പാനീയമായിരുന്നു ചാരായം. ലഹരിയുടെ വ്യാപകമായ ഉപയോഗം സമൂഹത്തിൽ അന്തഃഛിദ്രം സൃഷ്ടിക്കുകയും യുവാക്കളുടെ മാനസിക ശാരീരിക നില തകരാറിലാക്കുകയും ചെയ്തു. ഇത് ഗ്രാമത്തിൻ്റെ സാമ്പത്തിക അടിത്തറ തകരുന്നതിനും ഗാർഹിക പീഡനം, സ്ത്രീകൾക്കെതിരായ അതിക്രമം, ദാരിദ്ര്യം തുടങ്ങിയവയ്ക്കും കാരണമായി. സ്ത്രീകൾ നേരിടുന്ന ലൈംഗികാതിക്രമം, പൊതു ഇടങ്ങളിലെ അതിക്രമം, ലിംഗവിവേചനം തുടങ്ങി വിവിധ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്ന പ്രക്ഷോഭമായി ചാരായ വിരുദ്ധ പ്രസ്ഥാനം പിന്നീട് വളർന്നു. ഇത് സമൂഹത്തിൽ ലഹരിക്കെതിരെയും സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കെതിരെയും സാമൂഹിക അവബോധം സൃഷ്ടിക്കുന്നതിന് സഹായിച്ചു. നിർഭയ പ്രസ്ഥാനം സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ ഡൽഹിയിൽ രൂപപ്പെട്ട ബഹുജന മുന്നേറ്റമാണ് നിർഭയ പ്രസ്ഥാനം. 2012 ഡൽഹി നഗരത്തിൽ വച്ച് ഒരു പെൺകുട്ടി ലൈംഗികാതിക്രമത്തിന് ഇരയായി കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഈ സംഭവം രാജ്യവ്യാപകമായി വലിയ പ്രക്ഷോഭങ്ങൾക്കിടയാക്കി. ഈ പ്രക്ഷോഭമാണ് നിർഭയ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് കാരണമാവുന്നത്. സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുക, അത്തരം കേസുകളിൽ നിയമ നടപടി വേഗത്തിലാക്കുക, മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കുക തുടങ്ങിയവയായിരുന്നു നിർഭയ പ്രസ്ഥാനം ഉയർത്തിയ പ്രധാന ആവശ്യങ്ങൾ. ഇന്ത്യൻ ക്രിമിനൽ നിയമ ഭേദഗതി നിയമം 2013, ലൈംഗികാതിക്രമ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായുള്ള അതിവേഗ കോടതികൾ എന്നിവ നിർഭയ പ്രക്ഷോഭത്തെ തുടർന്ന് നിലവിൽ വന്നവയാണ്. മത്സ്യത്തൊഴിലാളികളുടെ മുന്നേറ്റം. ലോകത്തിലെ രണ്ടാമത്തെ വലിയ മത്സ്യബന്ധന സമൂഹമാണ് ഇന്ത്യയിലെ മത്സ്യത്തൊഴിലാളി. കിഴക്കും പടിഞ്ഞാറും തീരപ്രദേശങ്ങളിൽ വസിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളുടെ ഉപജീവനമാർഗം മത്സ്യബന്ധനമാണ്. മത്സ്യബന്ധന തൊഴിലാളികൾ ഉപജീവനവുമായി ബന്ധപ്പെട്ട് നേരിടുന്ന പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് നിരവധി മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1980കളുടെ മധ്യത്തോടെ നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക നയങ്ങളിൽ വന്ന മാറ്റം മത്സ്യബന്ധന രംഗത്തെയും സാരമായി ബാധിച്ചു. പ്രധാനമായും ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരായിരുന്നു പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടത്. മത്സ്യബന്ധന തൊഴിലാളി സംഘടന എന്ന സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടത്. വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന പരമ്പരാഗത മത്സ്യബന്ധന തൊഴിലാളികളുടെ കൂട്ടായ്മകളെ ഏകോപിപ്പിച്ച് അവരുടെ അവകാശ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയാണിത്. ഇന്ത്യയുടെ കടൽ പ്രദേശം വിദേശ കമ്പനികൾക്ക് മത്സ്യബന്ധനത്തിനായി അനുവദിക്കപ്പെട്ടത്, വിദേശ കമ്പനികൾക്ക് ഇന്ത്യൻ തീരത്ത് മത്സ്യബന്ധനത്തിന് ട്രോളിംഗ് ലൈസൻസ് അനുവദിച്ചത് തുടങ്ങിയ പ്രശ്നങ്ങൾ പരമ്പരാഗത മത്സ്യബന്ധന മേഖലയെ തകർക്കുന്നതാണെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു നിയമ പോരാട്ടങ്ങളും പ്രത്യക്ഷ സമരങ്ങളും അരങ്ങേറിയത്. കടലോര പരിസ്ഥിതി സംരക്ഷണവും ഈ സംഘടനയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. കേരളത്തിലെ മത്സ്യബന്ധന തൊഴിലാളികളാണ് NFFൻ്റെ നേതൃത്വത്തിൽ തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവകാശ പോരാട്ടം ശക്തമാക്കിയത്. മത്സ്യബന്ധന തൊഴിലാളികളുടെ സംഘടനാബോധം ഉണർന്നത് ജനാധിപത്യ സംവിധാനത്തിൽ അവരുടെ പങ്കാളിത്തം വർദ്ധിക്കാൻ സഹായകമായിട്ടുണ്ട്.